എന്താണ് ശസ്ത്രക്രിയ മാറി ചെയ്തതുമായി ബന്ധപ്പെട്ട്, അതായത് കയ്യിലെ പൊട്ടലിനായി ഇട്ടിരുന്ന ശസ്ത്രക്രിയയ്ക്കായി ഉപയോഗിച്ചിരുന്ന ചില കാര്യങ്ങളിലുള്ള പിഴവുകൾ ഈ സാഹചര്യത്തിൽ കൂടിയാണ് അത് കേസിലേക്ക് പോകുന്നില്ല എന്നാണ് പുതിയ അറിവുകൾ വരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഓർത്തോപീഡിക് സർജൻ പറഞ്ഞിരുന്നത് അതൊരു പ്രത്യേകതരം സർജറിയുടെ ഭാഗമായിട്ടാണ്, മറ്റൊരു അബദ്ധവും അതിൽ സംഭവിച്ചിട്ടില്ല എന്നാണ്. അതാണോ വീട്ടുകാരുമായി സംസാരിച്ച് ഉറപ്പാക്കുന്നത്? അതിൽ പോലീസ് അന്വേഷണത്തിൽ നിന്ന് പിന്മാറുകയാണോ? എന്താണ് അതിൻ്റെ വസ്തുത? അജിംഷാദ്, ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ അതായത് കൈക്ക് എല്ല് പൊട്ടിയതിനെ തുടർന്ന് ഇടേണ്ട കമ്പി മാറിപ്പോയി എന്നുള്ളതായിരുന്നു പരാതി. അജിത്ത് എന്ന് പറയുന്ന യുവാവിൻ്റേതാണ്. കോതിപ്പാലം സ്വദേശിയായ അജിത്ത് എന്ന് പറയുന്ന 24-കാരനാണ്. ഈ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് ഇത് സംബന്ധിച്ച ഒരു പരാതി ഉന്നയിച്ചത്. ഈ ഒരു സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുകയും പോലീസ് അതിൽ കേസെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. എങ്കിൽ കൂടിയും ഈ മെഡിക്കൽ ചികിത്സാ പിഴവ് സംബന്ധിച്ച കാര്യമായതിനാൽ മെഡിക്കൽ ബോർഡിൻ്റെ അന്വേഷണം ഒക്കെ വരേണ്ടതുണ്ട്. എന്നാൽ അത്തരമൊരു അന്വേഷണത്തിലേക്ക് കടക്കില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന. കഴിഞ്ഞ ദിവസം ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ജേക്കബ് മാത്യു ഈ കാര്യം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അത് ഈ കമ്പി മാറിയതല്ല, കമ്പിയുടെ നീളം കൂടിയതാണ്. അത്തരത്തിൽ സ്വാഭാവികമായി എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. പിന്നീട് അത് 4 ആഴ്ച കഴിഞ്ഞ് എടുത്തു മാറ്റാവുന്ന കമ്പിയാണ് എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതോടുകൂടി ചികിത്സാ പിഴവല്ല എന്നൊരു നിഗമനത്തിലേക്ക് പരമാവധി പൊതുവെ എത്തിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് സാധിക്കുകയും ചെയ്തു. ഇതിലിപ്പോൾ BJP ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ BJPക്ക് അകത്തുള്ള ഒരു ഭിന്നത കൂടിയാണ് ഇന്നത്തെ ഈ BJPയുടെ ഇടപെടലിലൂടെ പുറത്തു വരുന്നത്. കാരണം നാളെ BJPയുടെ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള T റനീഷ്, കൗൺസിലർ കൂടിയ റനീഷ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിൽ ഇത് സംബന്ധിച്ച വിഷയത്തിൽ ഒരു ഉപവാസ സമരം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതിനു മുൻപാണ് ഈ ബന്ധുക്കളുമായി ഇടപെട്ട് BJPയിലെ എതിർ വിഭാഗം, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഘുനാഥിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവരെല്ലാം ചേർന്ന് മെഡിക്കൽ കോളേജ് അധികൃതരുമായി സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് പോകുന്നു. ഫലത്തിൽ BJPയിലെ വിഭാഗീയതയുടെ ഫലമായി കൂടിയാണ് ഇപ്പോഴത്തെ ചർച്ച എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷം ആ ചർച്ച തുടങ്ങും എന്നുള്ളതാണ്. നിലവിൽ ചർച്ച തുടങ്ങിയിട്ടില്ല. ഏകദേശം 10 മണിയോളം ആകും എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ആ ചർച്ച വിജയിച്ചു കഴിഞ്ഞാൽ അന്വേഷണത്തിലേക്ക് നീങ്ങില്ല. അങ്ങനെയാകുമ്പോൾ BJPയിൽ ജില്ലാ സെക്രട്ടറി റനീഷ് പ്രഖ്യാപിച്ച നാളത്തെ ഉപവാസ സമരം നടത്താൻ ഒരുപക്ഷെ എതിർവിഭാഗത്തിന് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. ഇതൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണ്. മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് പിഴവുണ്ടോ എന്നോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണെങ്കിൽ കൂടിയും BJPയിൽ ഒരു വിഭാഗം നടത്തുന്ന ഈ ചർച്ച അത് അവരുടെ ഉള്ളിലെ തന്നെ ആഭ്യന്തര വിഭാഗീയതയുടെ ഭാഗമായുള്ള ഒരു രാഷ്ട്രീയ നീക്കമായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും ഈ പിഴവ് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ നിലപാടിൽ തന്നെയാണ് അധികൃതർ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് ഇന്ന് ചർച്ച നടത്തി അത് അന്വേഷണം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചാൽ BJPയിലെ ഒരു വിഭാഗത്തിന് ഇന്ന് തീർച്ചയായും റിയാസ് KM ആണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ സമഗ്രമായി നൽകിയത്.